തൃശൂരിലെ വോട്ട് കൊള്ളയിൽ കിട്ടിയ പരാതികൾ നിയമാനുസൃതം നടപടിയെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ വണ്ണോട്. കേസെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന പോലീസ് നിലപാടിന് പിന്നാലെയാണ് പ്രതികരണം. ഒരാൾക്ക് 2 ID കാർഡ് ഉണ്ട് എന്ന് പരാതി കിട്ടിയാൽ പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിക്കായി പ്രവർത്തിക്കുന്നുവെന്ന വിമർശനത്തോട് മറുപടി പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വന്നിട്ടുള്ള പരാതികളിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ പ്രക്രിയ നിയമാനുസൃതം മാത്രമാണ്. നിയമാനുസൃതമുള്ള എല്ലാ ആക്ഷൻസ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കും. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നിയമാനുസൃതം ഒരാൾക്ക് ഒരു വോട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു വോട്ടേ അദ്ദേഹത്തിന് ആ ആൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് നിയമം. അതനുസരിച്ച് മാത്രമായിരിക്കും ആക്ഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. നിയമാനുസൃതമുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിയമാനുസൃതം ഇല്ലാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ആക്ഷൻ എടുത്തിരിക്കും. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, ഈ വോട്ട് ചോരി വിഷയത്തെ സീരിയസ് ആയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുന്നുണ്ട് എന്നീ പ്രതികരണത്തിൽ തോന്നുന്നുണ്ടോ? നിഷാദ്, ഇന്നലെ SIR-മായി ബന്ധപ്പെട്ടാണ് അട്ടപ്പാടിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എത്തുന്നത്. ആ സമയത്താണ് നമ്മൾ ഇതേക്കുറിച്ച് ചോദിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ തൃശ്ശൂരിലെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ എന്തെങ്കിലും നടപടി എടുത്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നിയമാനുസൃതമാണ് എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. തുടർന്ന് ഉള്ള ചോദ്യത്തിലാണ് ഒരു വ്യക്തിക്ക് തന്നെ 2 എപ്പിക് നമ്പറിൽ 2 ID കാർഡ് ഉണ്ടാവുക എന്നുള്ളത് ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ നിയമാനുസൃതമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ വോട്ടുണ്ടാവുക എന്നുള്ളത് ഈ നിയമപ്രകാരം നിലനിൽക്കില്ല. അതുകൊണ്ട് അത്തരം പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ പരാതി പോലീസിൽ നൽകിയിരുന്നു. എന്നാൽ പോലീസ് കേസ് എടുക്കാൻ കഴിയില്ല എന്നും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നുമാണ് പറഞ്ഞ് ഈ വാർത്ത വന്ന് കുറച്ച് സമയത്തിന് ശേഷമാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ഞാൻ സംസാരിച്ചത്. ആ സമയത്താണ് ഇനി പരാതികൾ വന്നു കഴിഞ്ഞാൽ ഈ നടപടി സ്വീകരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നമ്മോട് നടത്തുന്നത്. നിഷാദ്, ശരി.